അവർക്ക് വോട്ട് ചെയ്യാനും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കാനും ഒക്കെയുള്ള ബാധ്യത ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ട്. ആ ബാധ്യത പൊതുവെ നിറവേറ്റപ്പെടണം. മറ്റു കാര്യങ്ങളിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആ ചുമതല വഹിക്കുന്ന സമയത്ത് ഇപ്പോൾ കയറി പറയുന്നത് ഉചിതമല്ല. എന്തായാലും ഒരു കാര്യം, ഗൗരവത്തോടു കൂടി തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് പോകണം. ഓരോ മനുഷ്യനും, ഓരോ പൗരനും ആര് ജനപ്രതിനിധിയാകണം, ആര് നാട് ഭരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ജനവികാരത്തിനനുസരിച്ച് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ഫലം പാറ്റേൺ വരുന്ന നിലയിലേക്കുള്ള ഒരു പ്രതിഫലനം ഉണ്ടാകണം. അതിന് വഴിയൊരുക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്, രാജ്യം ഭരിക്കുന്ന സർക്കാരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നിഷ്പക്ഷമാണെന്ന് അത് ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇപ്പം ഞാനല്ലല്ലോ പറയാം. അല്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞല്ല. അല്ല, ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പ് ആ കാര്യം പറയും. അല്ല, പാർട്ടി സെൻട്രൽ ലീഡർഷിപ്പ് മറ്റു കാര്യങ്ങൾ പറയും. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമാണല്ലോ, അതിലിപ്പോൾ ആർക്കും സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കണം എന്നുള്ളതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. മറ്റു കാര്യങ്ങൾ പാർട്ടി നേതൃത്വമാണ്. ഞാനൊന്നത് കണ്ടിട്ടില്ല, പ്രസ് മീറ്റ് കണ്ടിട്ടില്ല. മറ്റൊരു വിഷയമാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കത്ത് ഇങ്ങനെ കിടന്ന് പുകയുന്നുണ്ടല്ലോ. അതിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് പുകയല്ലോ. ഈ പുകച്ചിലിനിടയിൽ ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എന്ത് പുകച്ചിലും വന്നാലും, എങ്ങനെ പുറത്തേ അടിക്കാൻ ശ്രമിച്ചാലും പാർട്ടി ശരിയായ നിലയിലാണ് മുന്നോട്ട് പോവുക. അതപ്പോൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല. മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെതായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറയും. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ബാക്കി പാർട്ടി ലീഡർഷിപ്പ് പറയേണ്ട കാര്യങ്ങൾ. ഞാൻ രാവിലെ മുതലേ ഓട്ടത്തിലാണ്. അപ്പോൾ എന്താണ് കാര്യങ്ങൾ എന്നുള്ള അറിയില്ല.